നമുക്ക് ഇതിലത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ആദ്യത്തെയാണ് ഓൺ ദ ബേസിസ് ഓഫ് ഫോളോയിങ് ഒബ്സർവേഷൻസ് മെയ്ഡ് വിത്ത് അക്വസ് സൊല്യൂഷൻസ് അസൈൻ സെക്കൻഡറി വാലൻസീസ് ടു മെറ്റൽ ഇൻ ദ ഫോളോയിങ് കോംപ്ലക്സസ്. അപ്പോൾ ഈ കോംപ്ലക്സുകളിൽ എന്താണ് സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സിൽവർ ക്ലോറൈഡ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്തതിൻ്റെ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് ഈ കോംപ്ലക്സിൻ്റെയൊക്കെ സെക്കൻഡറി വാലൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം പ്രൈമറി വാലൻസി ഒരു മെറ്റലിന് രണ്ട് തരത്തിലുള്ള വാലൻസി ഉണ്ട്. പ്രൈമറി വാലൻസി ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് സെക്കൻഡറി വാലൻസി ഉണ്ട്. ഈ പ്രൈമറി വാലൻസിയുടെ പ്രത്യേകത അയോണൈസബിൾ ആണ്. പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് അയണൈസബിളും സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് നോൺ അയണൈസബിളും ആണ്. അതായത് സെക്കൻഡറി വാലൻസി കാണിക്കുന്നത് എത്ര ലിഗാൻസ് സെൻട്രൽ മെറ്റലാറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സെക്കൻഡറി വാലൻസി കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ എക്സാമ്പിളിൽ PdCl2 4NH3 എന്ന ഫോർമുലയുള്ള ഈ ഒരു കോംപ്ലക്സിൽ അതിനെ നമ്മൾ എക്സസ് സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ 2 മോൾസ് സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. 2 മോൾസ് സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. 2 മോള് സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു എന്നത് എന്തിനെയാണ് കാണിക്കുന്നത്? ഇതിൽ 2 അയണൈസബിൾ ആയിട്ടുള്ള ക്ലോറൈഡ് അയോണുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിൽ ഈ 2 ക്ലോറൈഡും കൗണ്ടർ അയോൺ ആയിട്ടാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇത് എന്താണ്? ഇതാണ് ഇവിടുത്തെ ലിഗാൻഡ്. ഇതാണ് ഈ മെറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് എത്ര ലിഗാൻഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡറി വാലൻസി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 4 ആണ് ഇതിൻ്റെ സെക്കൻഡറി വാലൻസി. എത്രയാണ്? 4. ഓക്കെ, ഇനി അടുത്തത് NiCl2 6H2O. ഇതിലും അതെ എന്താണ് ക്ലോറൈഡുമായിട്ട് സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ 2 മോള് സിൽവർ ക്ലോറൈഡ് ആണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തത്. ഈ 2 മോള് സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 റീപ്ലേസബിൾ ആയിട്ടുള്ള ക്ലോറൈഡ് അയോൺ അതിലുണ്ട്. അതായത് ഇതിലുള്ള NiCl2 എന്ന് പറയുമ്പോൾ ഇതിലുള്ള 2 ക്ലോറൈഡും റീപ്ലേസബിൾ ആണ്. അതായത് 2 ക്ലോറൈഡ് അയോൺ റീപ്ലേസബിൾ ആണ്, അയണൈസബിൾ ആണ്. അതിൽ 6H2O എന്ന് പറയുന്നത് നോൺ അയണൈസബിൾ ആയിട്ടുള്ള പോർഷൻ ആണ്. അപ്പോൾ അതാണ് ഈ 6 എന്ന് പറയുന്നതാണ് അതിൻ്റെ സെക്കൻഡറി വാലൻസി. അതായത് ഇതിൽ 2 ക്ലോറൈഡിനെ മാത്രമേ അയണൈസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 6 H2O മോളിക്യൂളിനെ നമുക്ക് അയണൈസ് ചെയ്യാൻ പറ്റില്ല. ഇതിലേക്ക് എന്താണ് ഈ സെൻട്രൽ മെറ്റലിൻ്റെ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ലിഗാൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് 6 ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ PtCl4 2HCl. ഇതിൽ എത്ര മോള് സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്? ഒന്നും തന്നെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടില്ല. അത് കാണിക്കണത് എന്താ? ഇതിൽ മൊത്തം ക്ലോറൈഡും ഇതിലുള്ളത് ലിഗാൻഡായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ റീപ്ലേസബിൾ ആയിട്ടുള്ള അയോൺസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിൻ്റെ സെക്കൻഡറി വാലൻസി എത്രയാണ്? സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് ഇതിൻ്റെ 6 ആണ്. ഇതിൻ്റെ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നതും 6 ആണ്. അപ്പോൾ അടുത്ത എക്സാമ്പിളിൽ PtCl4 2HCl. ഇതിൽ എത്ര മോൾ സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്? 0 മോൾസ് ആണ് സിൽവർ ക്ലോറൈഡ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിലുള്ള ക്ലോറൈഡ് മുഴുവൻ എന്തായിട്ടാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്? അതിൻ്റെ സെക്കൻഡറി ഈ മെറ്റൽ പ്ലാറ്റിനം എന്ന് പറയുന്ന മെറ്റലിൻ്റെ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്തതാണ്. അതിൽ ഒരു പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീപ്ലേസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അയണൈസബിൾ ആയിട്ടുള്ള ക്ലോറൈഡ് അയോണും ഇല്ല. അപ്പോൾ ഇതിൽ ബാക്കി എല്ലാ ക്ലോറൈഡ് അയോണും അതിൻ്റെ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് എന്താണ്? 6 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് COCl3 4NH3. ഈ ഒരു എക്സാമ്പിളിൽ എത്ര മോള് സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു മോളിന് അല്ലെങ്കിൽ ഒരു ക്ലോറൈഡിന് ഇക്വലൻ്റ് ആയിട്ട് സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, COCl2 4NH3 പിന്നെ ഒരു Cl ആണ് അവിടെ റീപ്ലേസബിൾ ആയത്. അപ്പോൾ അവിടെ ആ ഒരു Clനെ നീക്കി നിർത്തിയാൽ 4 NH3യും 2 ക്ലോറൈഡും. അപ്പോൾ ടോട്ടൽ എത്ര ലിഗാൻഡ് അതിലുണ്ട്? ടോട്ടൽ 6 ലിഗാൻഡ് ഉണ്ട്. ഇതിൻ്റെയും സെക്കൻഡറി വാലൻസി 6 തന്നെയാണ്. കാരണം ഒരു ക്ലോറിൻ മാത്രമേ റീപ്ലേസബിൾ ആയിട്ടുള്ളൂ.
ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് PtCl2 2NH3. PtCl2 2NH3. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സിൽവർ ക്ലോറൈഡും അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടില്ല. അതിനർത്ഥം എന്താണ്? ഇതിലുള്ള എല്ലാ ക്ലോറൈഡ് അയോണും ഇവിടെ ലിഗാൻഡ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ ക്ലോറൈഡ് അയോണും ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലിഗാൻഡ് ആയിട്ടാണ്. അതിൻ്റെ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഈ 2 ക്ലോറൈഡ് 2 അമോണിയ. അപ്പോൾ അതിൻ്റെ സെക്കൻഡറി വാലൻസി എത്രയാണ്? 4. സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ക്ലോറൈഡും 2 അമോണിയ ഉണ്ട്. ഇതൊന്നും എന്താണ്? അയണൈസബിൾ അല്ല. അതുകൊണ്ടാണ് ഇവിടെ സിൽവർ ക്ലോറൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് കിട്ടാഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇതിൽ എന്താണ് ഈ കോംപ്ലക്സിൻ്റെ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് 4 ആണെന്ന്. ഇവിടെ നമ്മൾ ഒരു അസംഷനിലാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണത്. ഇതിൽ അമോണിയ, ഇതിൻ്റെ ഉള്ളിൽ ക്ലോറിൻ മാത്രമേ കൗണ്ടർ അയോൺ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈമറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി വരണതെല്ലാം അവിടെ എന്താണ്? ലിഗാൻഡ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സെക്കൻഡറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു അസംഷനിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ക്ലോറിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിൽവർ നൈട്രേറ്റ് മാത്രമേ അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താണ്? അമോണിയ ഉണ്ടെങ്കിൽ അമോണിയയ്ക്ക് നമ്മൾ വേറെ ടെസ്റ്റാണ് ഉപയോഗിക്കുക. പക്ഷെ അതൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ക്ലോറിൻ മാത്രമാണ് കൗണ്ടർ അയോൺ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രൈമറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ അനുസരിച്ചിട്ട് എത്ര സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. അതുകൊണ്ട് നമ്മളിവിടെ എന്താണ്? എത്ര ക്ലോറിൻ നമ്മളിവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തു അത്രയും Cl മോളിക്യൂൾ അല്ലെങ്കിൽ ക്ലോറൈഡ് അയോണ് പുറത്താണ്, അതായത് അയണൈസബിൾ ആണ്. അത് ഒഴിച്ച് നിർത്തി ബാക്കിയുള്ളത് അതിൻ്റെ സെക്കൻഡറി വാലൻസി എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ അതെ 2 ക്ലോറൈഡ് അയോൺ ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. 2 ക്ലോറൈഡിന് ഇക്വലൻ്റ് ആയിട്ട് 2 മോള് സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. അപ്പോൾ ഈ 2 എണ്ണം ഒഴിച്ച് നിർത്തിയിട്ട് ബാക്കി 4 ലിഗാൻഡാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ സെക്കൻഡറി വാലൻസി 4. അങ്ങനെ ആ ഒരു അസംഷനിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് റൈറ്റ് ദ ഫോർമുല ഫോർ ദ ഫോളോയിങ് കോർഡിനേഷൻ കോംപ്ലക്സസ്. നെയിം തന്നിട്ടുണ്ട്, കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ നെയിം തന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഫോർമുല എഴുതണം. അപ്പോൾ ആദ്യത്തെ നോക്കാം. ടെട്രാ അമീൻ അക്വ ക്ലോറിഡോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. അപ്പോൾ നമുക്ക് അമീൻ എന്ന് പറയുന്നത് ലിഗാൻഡാണ്, അക്വ ക്ലോറിഡോ ഇതൊക്കെ ലിഗാൻഡാണ്. കൊബാൾട്ട് എന്ന് പറയുന്നതാണ് ഇവിടെ സെൻട്രൽ മെറ്റൽ, അത് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ക്ലോറൈഡ് എന്ന് പറയുന്നത് അവിടെ കൗണ്ടർ അയോൺ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം. ടെട്രാ അമീൻ NH3 4 ടൈംസ്, അക്വ ഒരു വാട്ടർ മോളിക്യൂള്, ക്ലോറിഡോ Cl, പിന്നെ ഏതാണ്? കൊബാൾട്ടാണ് സെൻട്രൽ മെറ്റൽ, കൊബാൾട്ട്. CO NH3 4 ടൈംസ് H2O Cl. ഇനി ഇവിടുത്തെ ഈ ചാർജ് എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചിട്ട് നമുക്ക് കൗണ്ടർ അയോണിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട് സെൻട്രൽ മെറ്റൽ 3+3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അതുപോലെ തന്നെ ഒരു ക്ലോറിഡോ ലിഗാൻഡ് ഉണ്ട്. ഇത് അമീൻ ലിഗാൻഡ് ആണെങ്കിലും അക്വ ലിഗാൻഡ് ആണെങ്കിലും ന്യൂട്രൽ ലിഗാൻഡ്സ് ആണ്. ക്ലോറിഡോ ഒരു -1 ചാർജ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു X എന്ന് നമുക്ക് എഴുതാം. അതായത് X ഈക്വൽ ടു 2 എന്ന് കിട്ടി. അതായത് ഇവിടെ എന്താണ്? X +2 ആണ്. അപ്പോൾ +2 എന്നുള്ള ആ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ക്ലോറൈഡ് അവിടെ വരണം. അതായത് Cl2 എന്നെഴുതി. ഓക്കെ. ഇനി അടുത്തത് പൊട്ടാസ്യം ടെട്രാഹൈഡ്രോക്സിഡോ സിങ്കേറ്റ്. പൊട്ടാസ്യം ടെട്രാഹൈഡ്രോക്സിഡോ സിങ്കേറ്റ് 2. അപ്പോൾ ഇവിടെ പൊട്ടാസ്യം എന്ന് പറയുന്നത് കൗണ്ടർ അയോൺ ആണ്. നമുക്ക് ജസ്റ്റ് പൊട്ടാസ്യം എന്ന് എഴുതി വെക്കാം. ഇവിടെ എത്ര പൊട്ടാസ്യം വരണം എന്നുള്ളത് ഈ കോംപ്ലക്സിൽ വരുന്ന ചാർജിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നമുക്ക് അത് നോക്കാം. ടെട്രാഹൈഡ്രോക്സിഡോ സിങ്കേറ്റ്. അപ്പോൾ സെൻട്രൽ മെറ്റൽ സിങ്കേറ്റ് ആണ്. ഹൈഡ്രോക്സോ എന്ന് പറയുന്നത് OH ലിഗാൻഡ് ആണ്. അപ്പോൾ ഹൈഡ്രോക്സിഡോ എന്ന് പറയുമ്പോൾ OH എത്രണ്ണം? 4 എണ്ണം. ടെട്രാഹൈഡ്രോക്സിഡോ സിങ്കേറ്റ്. ഇനി ഇവിടുത്തെ എത്രയാണ് ചാർജ്? എക്സ് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഈ കോംപ്ലക്സിൻ്റെ ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്തിനെ കൊടുക്കാൻ പറ്റുള്ളൂ? പൊട്ടാസ്യം ഇപ്പുറത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് തന്നിട്ടുണ്ട് സിങ്ക് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, അതായത് +2. അതുപോലെ തന്നെ OH മൈനസ് ഒരു നെഗറ്റീവ് ചാർജാണ് അല്ലേ? അപ്പോൾ -1 × 4 -4.
അപ്പോൾ +2 - 4 ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു -2 എന്ന് കിട്ടി. അതായത് ഇവിടുത്തെ ചാർജ് എന്താണ്? ഇവിടുത്തെ ചാർജ് -2 ആണ്. അപ്പോൾ ആ -2 എന്നുള്ള ചാർജ് ബാലൻസ് ചെയ്യാൻ 2 പോസിറ്റീവ് ചാർജ് വേണം. അതായത് 2 പൊട്ടാസ്യം അവിടെ വേണം. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്താണ്? K2ZnOH 4 ടൈംസ് പൊട്ടാസ്യം ടെട്രാ ഹൈഡ്രോക്സൈഡോ സിങ്കേറ്റ്. അടുത്തതാണ് പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ അലുമിനേറ്റ്. അപ്പോൾ ഇവിടെ എഗെയിൻ പൊട്ടാസ്യം എന്ന് പറയുന്നത് കൗണ്ടർ അയോൺ ആണ്. അത് എത്രയാണെന്നുള്ളത് നമുക്കിപ്പോൾ എഴുതണ്ട. പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ, ഓക്സലേറ്റോ എന്ന് പറയുമ്പോൾ C2O4 ആണല്ലോ ലിഗാൻഡ്, OX എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി എഴുതാം. അപ്പോൾ അലുമിനേറ്റ്, അലുമിനിയാണ് അവിടുത്തെ സെൻട്രൽ മെറ്റൽ. Al(C2O4) ട്രൈ ഓക്സലേറ്റോ ആണ്, ട്രൈ ഓക്സലേറ്റോ അലുമിനേറ്റ്, അലുമിനിയമാണ്. ഇനി ഇവിടുത്തെ ചാർജ് എത്രയാണെന്ന് അറിയണം. ഈ എക്സിൻ്റെ വാല്യൂ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പൊട്ടാസ്യം എത്ര എണ്ണം വരണം എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഓക്സലേറ്റോ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡാണ്. അലുമിനിയത്തിൻ്റെ സെൻട്രൽ മെറ്റലിൻ്റെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. +3 + 0 = X എന്ന് കിട്ടും. അതായത് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? +3 ആണെന്ന് നമുക്ക് കിട്ടി. ഇവിടെ എക്സ് +3 ആയപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് -3 ആവില്ലേ? +3 മൈനസ് ഇത് -2 ചാർജുള്ള ലിഗാൻഡാണ് കേട്ടോ. ഇത് -2 ചാർജുള്ള ലിഗാൻഡാണ്. അപ്പോൾ -2 × 3. അടുത്തത് പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ അലുമിനേറ്റ് 3. അപ്പോൾ ഇതിൽ നമുക്ക് എന്തറിയാം? ഇവിടെ നമുക്കറിയാം പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ അലുമിനേറ്റ് 3. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലായി പൊട്ടാസ്യം എന്ന് പറയുന്നത് കൗണ്ടർ അയോൺ ആണ്. അത് നമ്മൾ പുറത്തു കൊടുത്തു. ഇനി അതുപോലെ തന്നെ ഓക്സലേറ്റോ എന്ന് പറയുന്നതാണ് ലിഗാൻഡ്. ഓക്സലേറ്റോ എന്ന് പറയുമ്പോൾ C2O4, അത് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. ട്രൈ ഓക്സലേറ്റോ അലുമിനേറ്റ് Al. ഇവിടെ എക്സ്, ഇവിടെ എത്ര നെഗറ്റീവ് ചാർജ് വരുന്നു അതിനനുസരിച്ചിട്ട് വേണം ഇവിടെ പോസിറ്റീവ് ചാർജുള്ള പൊട്ടാസ്യം എത്ര എണ്ണം വരണം എന്നുള്ളത് നമ്മൾ കൊടുക്കാൻ. അപ്പോൾ ആ എക്സിൻ്റെ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അലുമിനിയത്തിൻ്റെ തന്നിട്ടുണ്ട്. അലുമിനിയം എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഒരു ഓക്സലേറ്റ് എന്ന് പറയുന്നത് -2 ചാർജുള്ള ലിഗാൻഡാണ്. അതായത് ബൈഡൻറ്റേറ്റ് ആണ്, -2 ആണ് അതിൻ്റെ ചാർജ്. അപ്പം -2 × 3 എന്ന് പറയുമ്പോൾ 6 കിട്ടും. അപ്പോൾ -6 എന്ന് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. അതായത് +3 - 6 = X, അല്ലെങ്കിലോ X = -3 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ എക്സ് എത്രയാണ്? -3. ഇവിടെ 3 നെഗറ്റീവ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് 3 പോസിറ്റീവ് ചാർജ് ഉള്ള പൊട്ടാസ്യം വേണം. അതായത് K3 എന്ന് നമുക്ക് കൊടുക്കാം. K3. അപ്പോൾ ഫോർമുല എന്താണ്? K3Al(C2O4) ത്രൈസ്. അടുത്ത എക്സാമ്പിൾ ആണ് ഡൈക്ലോറിഡോ ബിസ് ഈഥെയ്ൻ 1,2-ഡൈഅമീൻ കൊബാൾട്ട് 3. അപ്പോൾ ഇവിടെ എന്താണ് കൊബാൾട്ട് 3? അതൊരു അയോൺ ഫോമിലാണ്. ഇവിടെയും ഒരു കൗണ്ടർ അയോണൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അയോണിക് സ്റ്റേറ്റിൽ വേണം ആ കോമ്പൗണ്ടിൻ്റെ ഫോമുല നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഡൈക്ലോറിഡോ ഈഥെയ്ൻ 1,2-ഡൈഅമീൻ കൊബാൾട്ട്. അപ്പോൾ സെൻട്രൽ മെറ്റൽ എന്ന് പറയുന്നത് കൊബാൾട്ടാണ്. ഡൈക്ലോറിഡോ എന്ന് പറയുമ്പോൾ Cl2. ബിസ് ഈഥെയ്ൻ 1,2-ഡൈഅമീൻ എന്ന് പറയുമ്പോൾ ഈഥെയ്ൻ 1,2-ഡൈഅമീനെ En എന്ന് കാണിക്കാം, En2. ഇവിടെ എത്തിലീൻ ഡയമീൻ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. ഇവിടെ എക്സിൻ്റെ ചാർജ്, ഈ ചാർജ് എത്രയാണ്, കോംപ്ലക്സിലുള്ള ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്നാലേ നമ്മുടെ ഈ ഫോമുല കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ X = ക്ലോറിൻ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് ലിഗാൻഡ് ആണ്. -1 ആണ് അതിൻ്റെ ചാർജ്. അപ്പോൾ -1 × 2 -2 +3. സെൻട്രൽ മെറ്റൽ ആറ്റം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണല്ലോ. അപ്പോൾ X - 2 +3. X = -2 +3. അപ്പോൾ X എന്ന് പറയുന്നത് എത്ര കിട്ടും? +1 എന്ന് കിട്ടും. അതായത് ഇവിടെ +1 ഉണ്ട്. ഇതൊരു അയോണാണ്, ഇങ്ങനെ വേണം എഴുതാൻ. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ഏത് കൗണ്ടർ അയോണും അവിടെ വരാം. അത് ഏതാന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അയോണിക് ഫോമിൽ എഴുതി.
രണ്ടാമത്തെ ടെട്രാ കാർബണിയൽ നിക്കൽ 0. അപ്പം നമുക്ക് നോക്കൂ, നിക്കൽ CO4 ടൈംസ്. ഇവിടെ കാർബണിയൽ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡാണ്. അപ്പം അതുകൊണ്ട് അവിടെ എന്തില്ല, അത് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഇത് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, +0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ ചാർജ് ഒന്നും തന്നെ വരുന്നില്ല. ടെട്രാ കാർബണിയൽ നിക്കൽ NiCO4 ടൈംസ്. അപ്പം അങ്ങനെ ഇതിൻ്റെ ഫോർമുലയും നമുക്ക് എഴുതാം. അടുത്ത ചോദ്യമാണ്, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെയൊക്കെ IUPAC നെയിം എഴുതണം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. PTNH3 twice ClNO2. അപ്പോൾ ഇവിടെ പ്ലാറ്റിനം എന്ന് പറയുന്നതാണ് സെൻട്രൽ മെറ്റൽ, NH3 അമീൻ എന്ന് പറയുന്നത് ലിഗാൻഡ് ഉണ്ട്, Cl ക്ലോറിഡോ ലിഗാൻഡ് ഉണ്ട്, NO2 നൈട്രിറ്റോ ലിഗാൻഡും ഉണ്ട്. അപ്പോൾ അവിടെ അമീൻ ആദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെഴുതി, പ്ലാറ്റിനം ആദ്യം നമ്മൾ ലിഗാൻസിനെ വേണ്ട എഴുതാൻ. എന്നിട്ട് ആദ്യം ലിഗാൻസിനെ എഴുതിയിട്ട് സെൻട്രൽ മെറ്റൽ ആറ്റം എഴുതണം. അത് കഴിഞ്ഞിട്ട് കൗണ്ടർ അയോൺ ഉണ്ടെങ്കിൽ അതും എഴുതണം. ആദ്യമാണ് കൗണ്ടർ അയോൺ വരണമെങ്കിൽ അതിൻ്റെ പേര് നമ്മൾ ആദ്യം എഴുതും. അങ്ങനെയാണല്ലോ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, ഇതിൽ അമീനാണ് ആദ്യം വരുന്നത്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം ലിഗാൻസിന് പേര് കൊടുക്കാൻ. അമീൻ, ക്ലോറിഡോ, നൈട്രിറ്റോ. അപ്പോൾ അമീൻ ആദ്യം വരും, അത് കഴിഞ്ഞിട്ട് ക്ലോറിഡോ, അത് കഴിഞ്ഞിട്ടാണ് നൈട്രിറ്റോ വരുന്നത്. അപ്പോൾ അമീൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പോൾ അതുകൊണ്ട് ഡൈ അമീൻ, ക്ലോറിഡോ, നൈട്രിറ്റോ, നൈട്രജനുമായിട്ടാണ് ലിങ്കേജ് ഉള്ളത്, അതുകൊണ്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് N എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പ്ലാറ്റിനേറ്റ്. ഇനി എന്താ വേണ്ടത്? പ്ലാറ്റിനത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതണം. അപ്പം അത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് രണ്ടും -1 ചാർജുള്ള ലിഗാൻസ് ആണ്. അതായത് X-2 = ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് 0 എന്ന് കൊടുക്കാം. അതായത് X = +2 എന്ന് കൊടുക്കാം. അതായത് പ്ലാറ്റിനത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് പ്ലാറ്റിനം. അടുത്തതാണ് പൊട്ടാസ്യം, K3CrC2O4 ത്രൈസ്. അപ്പോൾ ഇവിടെ പൊട്ടാസ്യം എന്ന് പറയുന്നത് കൗണ്ടർ അയോൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. C2O4 എന്ന് പറയുന്നത് ഓക്സലേറ്റോ ലിഗാൻഡ് ആണ്. Cr എന്ന് പറയുന്നത് ക്രോമിയം സെൻട്രൽ മെറ്റൽ. അപ്പോൾ നമ്മൾ കൗണ്ടർ അയോൺ എഴുതി, പൊട്ടാസ്യം സ്പേസ് ഇട്ടതിന് ശേഷം ട്രൈ ഓക്സലേറ്റോ ക്രോമേറ്റ്, ട്രൈ ഓക്സലേറ്റോ ക്രോമേറ്റ്. ഇനി സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് X എന്നെടുത്തു. X മൈനസ് ഓക്സിലേറ്റോൻ്റെ -2 ആണ്, -2 × 3, അതായത് X-6. X-6 = ഇവിടുത്തെ ചാർജ് എഴുതണം. ഇപ്പുറത്ത് 3 പൊട്ടാസ്യം വന്നതുകൊണ്ട് ഇവിടെ 3 നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ X-6 = -3 എന്ന് എഴുതി. അപ്പോൾ X എന്ന് എന്താ കിട്ടിയത്? -3 + 6, അതായത് X = +3 എന്ന് കിട്ടി, ക്രോമേറ്റ്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3. ഇനി അടുത്ത എക്സാമ്പിൾ ആണ് COEN twice Cl2Cl. En എന്ന് പറയുന്നത് ഈഥൈൻ 1,2 ഡയമീൻ ആണ്. Cl എന്ന് പറയുന്നത് ക്ലോറിഡോ ലിഗാൻഡ് ആണ്. ഇനി CO കൊബാൾട്ട് ആണ് സെൻട്രൽ മെറ്റൽ. ഇവിടുത്തെ ക്ലോറൈഡ് കൗണ്ടർ അയോൺ ആയിട്ട് പ്രസന്റ് ആയതാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? കൊബാൾട്ട്, ആദ്യം നമ്മൾ ലിഗാൻഡ് ആണ് എഴുതുക. അപ്പം എങ്ങനെയാ? ഇവിടെ ക്ലോറിഡോ ഉണ്ട്, അതുപോലെ തന്നെ ഈഥൈൻ 1,2 ഡയമീൻ ഉണ്ട്. അപ്പോൾ ആൽഫബറ്റിക്കലി ക്ലോറിഡോ ആണ് ആദ്യം വരിക. ഡൈക്ലോറിഡോ ബിസ് ഈഥൈൻ ഒരു ഹൈഫൺ ഇട്ടിട്ട്, അല്ല ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട്, ഈഥൈൻ 1,2 ഡൈഅമീൻ, ഡൈക്ലോറിഡോ ബിസ് ഈഥൈൻ 1,2 ഡൈഅമീൻ. പിന്നെ സെൻട്രൽ മെറ്റൽ കൊബാൾട്ട്, സെൻട്രൽ മെറ്റലിൻ്റെ ചാർജ് എഴുതണം. പിന്നെ ക്ലോറൈഡ്.
ഇനി സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തറിയാം, ഇവിടെ EN ഈഥേൻ 1,2 ഡയമീൻ എന്ന് പറയുന്നത് ന്യൂട്രൽ ലിഗാൻഡ് ആണ്, Cl എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചാർജ്. അപ്പോൾ എങ്ങനെയാണ് X-2 = ഇവിടെ ഒരു ക്ലോറൈഡാണ് വന്നിരിക്കുന്നത്, അതായത് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് +1, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം or X = +1 +2, അതായത് X = +3 എന്ന് എഴുതാം. അതായത് കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കൊബാൾട്ടിന്. ഇനി അടുത്ത എക്സാമ്പിൾ ആണ് CONH3 5 times CO3Cl. ഇവിടെ NH3 അമീൻ എന്ന് പറയുന്നത് ഒരു ലിഗാൻഡ് ആണ്, കാർബണേറ്റ് ലിഗാൻഡ് ആണ്, അതുപോലെ Cl എന്ന് പറയുന്നത് കൗണ്ടർ അയോൺ ആണ്. ഇനി നമുക്ക് എഴുതാം പെൻറ്റാ അമീൻ കാർബണേറ്റോ കൊബാൾട്ട്, അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് എഴുതണം. പിന്നെ അവിടെ കൗണ്ടർ അയോൺ ആയിട്ട് എന്താ വന്നിരിക്കുന്നത്, ക്ലോറൈഡ്. കൗണ്ടർ അയോൺ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ക്ലോറൈഡ്. അപ്പോൾ പെൻറ്റാ അമീൻ കാർബണേറ്റോ കൊബാൾട്ട് ക്ലോറൈഡ്. ഈ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അത് നമ്മൾ X ആക്കിയിട്ട് എടുത്തു. ഇവിടെ കാർബണേറ്റ് എന്ന് പറയുന്നത് -2 ചാർജാണ്. ഈ ഈക്വൽ ടു X-2 = ഇവിടുത്തെ ചാർജ് എത്രയാണെന്നുള്ളത് എഴുതണം. ഒരു Cl വന്നതുകൊണ്ട് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ X-2 = +1 or X = again +3 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ +3, അതായത് 3 എന്ന് കൊടുക്കാം. ഇനി അടുത്ത എക്സാമ്പിൾ ആണ് HgCOSCN 4 times. Hg എന്ന് പറയുന്നത് എന്താണ്, മെർക്കുറി. ഇവിടെ കൗണ്ടർ അയോൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മെർക്കുറിയുടെ നോർമൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 1 ആണ്. അപ്പോൾ മെർക്കുറി +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ മെർക്കുറി. ഇനി എന്താണ്, ടെട്രാ തയോസൈനേറ്റോ. SCN എന്ന് പറയുന്നത് തയോസൈനേറ്റോ ആണ്. അപ്പം ടെട്രാ തയോസൈനേറ്റോ, അവിടെ SCN ആണല്ലോ, അതുകൊണ്ട് ഏതുമായിട്ടാണ്, സൾഫറുമായിട്ടാണ്. സൾഫറാണ് സെൻട്രൽ മെറ്റൽ ആറ്റോമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഹൈഫൺ ഇട്ടിട്ട് S, തയോസൈനേറ്റോ S, കൊബാൾട്ടേറ്റ്. ഇനി ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. തയോസൈനൈറ്റോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ലിഗാൻഡ് ആണ്. അപ്പോൾ X-4 = +1. ഇവിടെ -1 ചാർജ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു +1 ചാർജ് ഉള്ള മെർക്കുറി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് X എന്ന് പറയുന്നത് എന്ത് കിട്ടും, -1 + 4, അതായത് X = +3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കൊബാൾട്ട് 3 എന്ന് കൊടുക്കാം. അപ്പം ഇങ്ങനെ കോംപ്ലക്സുകളെ നമുക്ക് IUPAC നെയിം ഇങ്ങനെ എഴുതാം. അടുത്ത ചോദ്യം, വൈ ഈസ് ജോമെട്രിക്കൽ ഐസോമെറിസം not possible in tetrahedral complexes having 2 different types of unidentate ligand coordinated with the central metal? അപ്പോൾ എന്തുകൊണ്ടാണ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൽ ജോമെട്രിക്കൽ ഐസോമെറിസം പോസിബിൾ അല്ലാത്തത്? അപ്പോൾ നമുക്കറിയാം ജോമെട്രിക്കൽ ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ ഉള്ള ഒരു കണ്ടീഷൻ ഒരേ ലിഗാൻഡ് ആയിരിക്കരുത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിഗാൻഡ്സ് ആവണം. അപ്പോൾ ഇവിടെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. 2 ഡിഫറെൻറ്റ് യൂണിഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ് അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കോംപ്ലക്സിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് Ma2B2 എന്ന് പറയുന്ന ജനറൽ ഫോർമുലയിലുള്ള കോംപ്ലക്സ് ആണ്. വേർ A and B ആർ യൂണിഡെൻറ്റേറ്റ് ലിഗാൻഡ്. എയും ബിയും ഒരു യൂണിഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ് മെറ്റലിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ടെട്രാഹെഡ്രൽ കോംപ്ലക്സ്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ജോമെട്രിക്കൽ ഐസോമെറിസം പോസിബിൾ അല്ലാത്തത്? അപ്പം നമുക്ക് ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ രീതിയിലാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിലാണ് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പൊസിഷനുള്ള ഒരു ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ജോമെട്രിക്കൽ ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യുക?
സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ വന്നു കഴിഞ്ഞാൽ സിസ് ഫോം എന്നും ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ട്രാൻസ് ഫോം എന്നും പറയും അല്ലേ. അപ്പോൾ ഇവിടെ ട്രാൻസ് പൊസിഷൻ കിട്ടണമെങ്കിൽ ഇതിന് നേരെ താഴെ ഒരു പൊസിഷൻ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം സിസ് പൊസിഷൻസ് ആണ്, ട്രാൻസ് പൊസിഷൻ അതിൽ അവൈലബിൾ അല്ല. അപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇതിൽ എന്ത് പറ്റില്ല, ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കില്ല. കാരണം ഇവിടെ ഈ ഒരു നോക്കുകയാണെങ്കിൽ ഇതിന് സിസ് ആയിട്ടത് ഈ എല്ലാ പൊസിഷനും സിസ് പൊസിഷനാണ്. ഈ ഒരു പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണെങ്കിലും അതെ, ഈ പൊസിഷൻ ആണെങ്കിലും അതെ, ഒക്കെ സിസ് പൊസിഷൻസ് ആണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടൊരു ട്രാൻസ് പൊസിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് എന്ത് കാണിക്കണില്ല, ജോമെട്രിക്കൽ ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യണില്ല. അടുത്ത ചോദ്യമാണ്, ഡ്രോ സ്ട്രക്ചേഴ്സ് ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് FeNH3 ട്വൈസ് CN4. ഇതിൻ്റെ ജോമെട്രിക്കൽ ഐസോമേഴ്സ് എഴുതാം. അപ്പോൾ നമുക്ക് മനസ്സിലായി 6 ലിഗാൻഡ് ഉണ്ട്, ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ഇവിടെ CN4 നമുക്ക് എങ്ങനെ എഴുതാം, CN ഇവിടെ CN, പിന്നെയോ NH3 ട്വൈസ്. അപ്പോൾ ഇവിടെ ഒരു NH3, ഇവിടെ ഒരു NH3. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ബ്രാക്കറ്റ് മുഴുവനുള്ളിൽ ചെറുതായിട്ടൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു നെഗറ്റീവ് ചാർജ്, ഇവിടെ ഈ കോംപ്ലക്സിന് ചാർജ് ഉണ്ടല്ലോ, അയോൺ ആണല്ലോ, അപ്പോൾ അവിടെ ആ നെഗറ്റീവ് ചാർജ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ഇവിടെ സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡിലാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഇത് സിസ് ഐസോമറാണ്, അല്ലെങ്കിൽ ഇത് സിസ് ഫോം ആണ്. ഇനി ഇതിൻ്റെ തന്നെ ട്രാൻസ്ഫോം വരച്ചൂടെ, FeCN NH3 ഇവിടെ നോക്കൂ, സെയിം ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡിലാണ്, അതുകൊണ്ട് ഇതിൻ്റെ ട്രാൻസ്ഫോം ആണ്, ട്രാൻസ് ഐസോമറാണ്. അപ്പം ഇതാണ് 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ്, സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും. അടുത്ത ചോദ്യമാണ്, ഔട്ട് ഓഫ് ദ 2 കോർഡിനേഷൻ എൻറ്റിറ്റീസ് വിച്ച് ഈസ് കൈറാൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ്. അപ്പോൾ 2 സിസ് CrCl2 OX2 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സും അതിൻ്റെ തന്നെ ട്രാൻസ്ഫോമും തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാം, സ്ട്രക്ചർ വരയ്ക്കാം. അപ്പോൾ OX എന്ന് പറയുന്നത് എന്താണ്, ഓക്സലേറ്റോ, ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ 2 എന്ന് പറയുമ്പോൾ 4 കോർഡിനേഷൻ, ഇവിടെ 4 2 6. അപ്പോൾ ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി. CR സിസ് ഫോം വരയ്ക്കണം, CrCl2 OX2. അപ്പോൾ സിസ് ആവണമെങ്കിൽ 2 ക്ലോറിൻ സെയിം സൈഡിൽ വരണം. അപ്പം അങ്ങനെ കൊടുത്തു, OX, ഇതും ഒരു OX. ഓക്കെ, അപ്പോൾ ഇത് സിസ് ഐസോമർ ആണ്. 3- നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ 3 നെഗറ്റീവ് ചാർജ് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം. ഇത് സിസ് ഫോം. ഇനി ട്രാൻസ്ഫോം എങ്ങനെ വരയ്ക്കാം, CrCl ഓപ്പോസിറ്റ് സൈഡിൽ വരിക. ഓക്കെ, OX ട്വൈസ്. അപ്പോൾ ഇവിടെ അതെ, ഇവിടെ ഒരെണ്ണം. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോം. ഇതിൽ ഏതാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയത്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ മിറർ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഫോം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു മിറർ ഇമേജ്, ട്രാൻസ്ഫോമിൻ്റെ നമ്മൾ മിറർ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് കിട്ടുക. അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർ ഇമ്പോസ് ചെയ്യും. ഇവിടെ സിസ് ഫോം നോക്കിയാലോ, സിസ് ഫോമിൻ്റെ ഇതിൻ്റെ മിറർ ഇമേജ് നമ്മൾ എടുത്തു. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് ഈ ഒരു മിറർ പ്ലെയിനിൽ വെച്ചിട്ട് ഇതിൻ്റെ മിറർ ഇമേജ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, OX ഈ സൈഡിലേക്ക് വരും, OXCl രണ്ടും ഇപ്പുറത്തേക്ക് പോകും. ഇതിനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഇമ്പോസ് ചെയ്യോ? ഇല്ല. അതായത് ഇത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഫോം ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സിസ് ഫോം എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ട്രാൻസ്ഫോം ഇസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്.
or else we can say cis form is chiral or trans form is not chiral. Chiral ആണ്. അടുത്ത ചോദ്യമാണ് the spin only magnetic moment of Mn Br4 2- is 5.9 Bohr magneton. Predict the geometry of the complex ion. ഈ കോംപ്ലക്സ് അയോണിന്റെ ജോമെട്രി എന്താവുമെന്ന് പ്രഡിക്റ്റ് ചെയ്യണം. അതിന് നമുക്ക് തന്നിട്ടുള്ള ഒരേ ഒരു ഡാറ്റ എന്ന് പറയുന്നത് 5.9 ബോർ മാഗ്നറ്റോൺ ആണ്, അതിന്റെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് എന്നാണ്. അപ്പം നമുക്ക് ഈ കോംപ്ലക്സിന്റെ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ Mn Br4 ടൈംസ്. Mn ആണ് സെൻട്രൽ മെറ്റൽ, Br ബ്രോമിഡോ ആണ് അവിടുത്തെ ലിഗാൻഡ്. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 വന്നു കഴിഞ്ഞാൽ 2 ജോമെട്രിയാണ് നമുക്ക് പോസിബിൾ ആയത്. ടെട്രാഹെഡ്രൽ ജോമെട്രിയും അതുപോലെ തന്നെ സ്ക്വയർ പ്ലനാർ ജോമെട്രിയും. അപ്പം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഈ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ. ഒന്നില്ലെങ്കിൽ ടെട്രാഹെഡ്രൽ ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്വയർ പ്ലനാർ ആവും. അത് ഇതിന്റെ ഫോർമുല നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഒരു ഡാറ്റ തന്നത് എന്താണ്? അതിന്റെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 5.9 ബോർ മാഗ്നറ്റോൺ ആണ്. അതായത് ഇതിൽ ഇലക്ട്രോൺസ് ഒക്കെ അൺപെയർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇലക്ട്രോൺസ് അൺപെയർഡ് ആണ്. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് 5.9 കിട്ടണമെങ്കിൽ 5 അൺപെയർഡ് ഇലക്ട്രോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 5.9 എന്ന സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഹൈ വാല്യൂ കിട്ടുമ്പോൾ നമുക്ക് മോർ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ കൂടുതൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ടെട്രാഹെഡ്രൽ ജോമെട്രിയിലാണ് പോസിബിൾ ആയിട്ടുള്ളത്, സ്ക്വയർ പ്ലാനാർ ജോമെട്രിയിലല്ല. സ്ക്വയർ പ്ലാനാർ ജോമെട്രി ആവുമ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ സ്പ്ലിറ്റിംഗ് കൂടുതലാണ്, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതലാണ്. അപ്പം ഇലക്ട്രോൺസ് ഹയർ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോണേക്കാൾ മുന്നേ അത് ഇലക്ട്രോൺ പെയറിംഗ് നടക്കും. അപ്പം ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവായിരിക്കും ഇൻ കേസ് ഓഫ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്. നേരെ മറിച്ച് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ അതിൻ്റെ സ്പ്ലിറ്റിങ്ങിൻ്റെ വാല്യൂ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ അൺപെയർഡ് ഇലക്ട്രോൺസ്, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കുറവാണ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൽ. അപ്പോൾ അതിലായിരിക്കും ഇലക്ട്രോൺസ് എന്താണ് സ്പിൻ പെയർ ചെയ്യാതെ അൺപെയർഡ് ആയിട്ട് നിൽക്കാനുള്ള പോസിബിലിറ്റി. അൺപെയർഡ് ആയിട്ട് കൂടുതൽ ഇലക്ട്രോൺസ് ഇതിലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 5.9 ബോർ മാഗ്നറ്റോൺ എന്നുള്ള ആ ഒരു സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് കോംപ്ലക്സിന്റെ ജോമെട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടെട്രാഹെഡ്രൽ ആണ്, സ്ക്വയർ പ്ലാനാർ അല്ല.